എല്ലാവർക്കും നമസ്കാരം. ഓരോ പുതുവർഷവും ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രതീക്ഷകളായാണ് കടന്നുവരുന്നത്. ഇതിനാൽ തന്നെ പലരും ലാഭത്തിലുള്ള ഓഹരികൾ വിറ്റുമാറി പകരം കഴിഞ്ഞ വർഷത്തിലോ അല്ലെങ്കിൽ സമീപകാലങ്ങളിലോ മികച്ച പ്രകടനം നടത്തിയ ഓഹരികളിലേക്ക് മാറുന്നത് പതിവാണ്. ഈ ചുവടുമാറ്റം നിക്ഷേപകരെ കൊണ്ടെത്തിക്കുന്നത് അബദ്ധങ്ങളിലാണ്. മികച്ച പ്രകടനം നടത്തിയിരുന്ന ഓഹരികൾ ഭാവിയിലും ഇത് തുടർന്നേക്കാം എന്ന ചിന്തകളാണ് ഇവരെ ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിക്കുന്നത്. എന്നാൽ ഇത്തരം നിക്ഷേപകർ അവർ നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കുകൾ എത്ര മികച്ചതായാലും പരിഗണിക്കേണ്ട ഏറ്റവും നിർണായക ഘടകങ്ങളിലൊന്ന് കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതയാണ്. കൂടാതെ ഭൗമ രാഷ്ട്രീയ അസ്ഥിരത, യുദ്ധങ്ങൾ, ഉയർന്ന പണപ്പെരുപ്പം, ഉയർന്ന പലിശ നിരക്ക് എന്നിവ കാരണം നിലനിൽക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷിതമായ മികച്ച മൂല്യമുള്ള നല്ല നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്തുക എന്ന ദൗത്യം കൂടുതൽ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. ചില കമ്പനികൾ വിപുലീകരണത്തിന് പ്രാധാന്യം നൽകുമ്പോൾ മറ്റുള്ളവയ്ക്ക് സമീപകാലത്ത് അവരുടെ വരുമാനത്തിലെയും ലാഭവളർച്ചയിലെയും സ്ഥിരതയാർന്ന പ്രകടനം ആവർത്തിക്കാൻ കഴിയാത്തതിലുള്ള തലവേദനകൾ നേരിടേണ്ടി വന്നേക്കാം. സ്റ്റോക്ക് വിലകൾ വരുമാന വളർച്ചയുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതിനാൽ ഇപ്പോഴത്തെ ഇടിവിൽ നിന്ന് വിപണി തിരിച്ചു കയറുകയാണെങ്കിൽ പോലും എല്ലാ ഓഹരികളും അവയുടെ മുൻപത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് മടങ്ങിക്കൊള്ളണമെന്നില്ല. ഇത്തരം സ്റ്റോക്കുകൾ നേരത്തെ തിരിച്ചറിയുന്നത് നിക്ഷേപകരെ അപകട സാധ്യതകൾ ഒഴിവാക്കാനും അവരുടെ പോർട്ട്ഫോളിയോകളെ മോശം പ്രകടനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും. ഈ വീഡിയോയിൽ വരുമാന വളർച്ച മന്ദഗതിയിലായേക്കാവുന്ന 5 മികച്ച കമ്പനികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ദീർഘകാല നിക്ഷേപകരെ ബാധിക്കുന്നതല്ല എന്നുണ്ടെങ്കിലും ഹ്രസ്വകാല ലാഭത്തിനായി നിക്ഷേപിക്കുന്നവർ ഈ സ്റ്റോക്കുകളിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാവും ഉചിതം. കാരണം റിസൾട്ടുകൾ മോശമാവുമ്പോൾ സ്റ്റോക്കുകളിൽ വരുന്ന ചാഞ്ചാട്ടം മൂലം ഫണ്ടുകൾ ബ്ലോക്കായി പോവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇത് നിങ്ങൾക്ക് പഠനാവശ്യങ്ങൾക്കായി മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ആർക്കും ഒന്നും കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഈ അപകട സാധ്യതകൾ മനസ്സിലാക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് കൂടുതൽ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനും ദീർഘകാല വിജയത്തിനായി അവരുടെ നിക്ഷേപങ്ങൾ തന്ത്രപരമായി വിനിയോഗിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാറ്റഗറിയിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ സ്റ്റോക്ക് ട്രെൻഡ് ലിമിറ്റഡ് ആണ്. ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായ ഈ ഓഹരിയിൽ പുതിയ എൻട്രി എടുക്കുന്നവർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മികച്ച സാമ്പത്തിക പ്രകടനത്തിന്റെ പിൻബലത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ട്രെൻഡ് 100% ഉയർന്നിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ സ്റ്റോക്ക് 8.7% ഇടിഞ്ഞു. 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ട്രെൻഡിന്റെ വരുമാനം 47.2% രേഖപ്പെടുത്തിയപ്പോൾ ലാഭം 93.9% ഉയർന്നു. എന്നിരുന്നാലും ഉയർന്ന പലിശ നിരക്കുകൾ, മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ച, ഉയർന്ന പണപ്പെരുപ്പം എന്നിവയുടെ പശ്ചാത്തലത്തിൽ ജനസംഖ്യയിലെ ഭൂരിഭാഗം വരുന്ന മധ്യവർഗ കുടുംബങ്ങളുടെ ചെലവുകൾ ബാധിക്കപ്പെടുമെന്നതിനാൽ വളർച്ചയുടെ വേഗത നിലനിർത്താൻ കമ്പനിക്ക് കഴിഞ്ഞേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റ് കമ്പനിയായ ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഡിമാൻഡ് പൊതുവെ മന്ദഗതിയിലാവുകയും ചെറുതും വലുതുമായ മറ്റ് പ്രാദേശിക കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും മൂലം നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ കമ്പനിയുടെ വരുമാന വളർച്ച 3.7% തകർച്ച രേഖപ്പെടുത്തി. അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ ഗണ്യമായ കുതിച്ചുചാട്ടവും കടുത്ത മത്സരവും കാരണം കമ്പനിയുടെ ഇബിറ്റ മാർജിൻ 440 bps കുറഞ്ഞു. പുതിയതും നിലവിലുള്ളതുമായ മറ്റ് കമ്പനികൾ മാർക്കറ്റ് ഷെയർ നേട്ടത്തിനായുള്ള മത്സരം തുടരുന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ വിലകളിൽ വരുന്ന സമ്മർദ്ദങ്ങൾ അടുത്ത കുറച്ചു പാദങ്ങളിൽ കൂടി തുടരാനാണ് സാധ്യത. ഇത് കമ്പനിയുടെ വിൽപ്പന വളർച്ചയെയും ലാഭക്ഷമതയെയും ബാധിക്കും. ദുർബലമായ സാമ്പത്തിക പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 32% ഇടിഞ്ഞു. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഓഹരി അവന്യൂ സൂപ്പർമാർട്ട്സ് ലിമിറ്റഡ് അഥവാ ഡിമാർട്ട് ആണ്. കമ്പനിക്ക് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും റിലയൻസ് റീറ്റെയിൽ, സ്പാർ, സ്പെൻസേഴ്സ് റീറ്റെയിൽ, മോർ പോലുള്ള സൂപ്പർമാർക്കറ്റ് ശൃംഖലകളും ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള കൊമേഴ്സ് സൈറ്റുകളും ഡിമാർട്ടിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ 16.4% വളർച്ചയും നികുതിക്ക് ശേഷമുള്ള ലാഭം 11.8% വർദ്ധിച്ചതായും റിപ്പോർട്ട് ചെയ്തു. സാമ്പത്തിക പ്രകടനം മന്ദഗതിയിലായതിനാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ സ്റ്റോക്ക് 7% നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തത്. നാലാമത്തെ സ്റ്റോക്ക് സീമെൻസ് ലിമിറ്റഡ് ആണ്.
സീമെൻസ് 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അതിന്റെ ഏകീകൃത വരുമാനത്തിൽ 9.5% വർധനവ് രേഖപ്പെടുത്തി. എന്നിരുന്നാലും ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ചെലവുകളിലെ മാന്ദ്യവും പ്രൈവറ്റ് ക്യാപെക്സ് പ്രതീക്ഷിച്ചതുപോലെ ഉയരാത്തതും കാരണം മുന്നോട്ടു പോകുമ്പോൾ സീമെൻസിന്റെ വരുമാന വളർച്ച സ്റ്റോക്ക് വിലകളിലെ മൂല്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. മികച്ച സാമ്പത്തിക പ്രകടനത്തിന്റെ പിൻബലത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സീമെൻസ് ലിമിറ്റഡിന്റെ ഓഹരി വില 39% ഉയർന്നു. എന്നിരുന്നാലും ക്യാപെക്സ് മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയം കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ സ്റ്റോക്ക് 27% ഇടിഞ്ഞു. അഞ്ചാമത്തെ സ്റ്റോക്ക് DLF ലിമിറ്റഡ് ആണ്. 2024 സെപ്റ്റംബറിൽ അവസാനിച്ച നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ DLF ലിമിറ്റഡ് വരുമാനത്തിൽ 20.4% വളർച്ച രേഖപ്പെടുത്തി. എന്നാൽ എബിറ്റ അർദ്ധവർഷത്തിൽ 14.9% കുറഞ്ഞു. എന്നിരുന്നാലും സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാവുകയും വേതന വർധനവ് അടിസ്ഥാന പണപ്പെരുപ്പ വളർച്ചയുമായി പൊരുത്തപ്പെടാത്തതും ഉയർന്ന പലിശ നിരക്കുകൾ തുടങ്ങിയ കാരണങ്ങളാൽ പുതിയ റിയൽ എസ്റ്റേറ്റിന്റെ ആവശ്യം പാർപ്പിട വാണിജ്യ മേഖലകളിൽ മാന്ദ്യത തുടർന്നേക്കാം. പ്രവർത്തനക്ഷമത കുറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ DLF ലിമിറ്റഡിന്റെ ഓഹരി വില കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 9% ഇടിഞ്ഞു. 2025 നിക്ഷേപകർക്ക് വിവിധ അവസരങ്ങൾ തുറന്നു തരുന്നതിനോടൊപ്പം തന്നെ അത് കാര്യമായ അപകട സാധ്യതകളും ഉയർത്തുന്നു. പ്രത്യേകിച്ച് വളർച്ച മന്ദഗതിയിലാകുന്നത്, ഉയർന്ന മത്സരം, മറ്റ് സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവ നേരിടുന്ന മേഖലകളിൽ. ഇവിടെ കാണിച്ചിരിക്കുന്ന കമ്പനികളെല്ലാം അതാത് വ്യവസായങ്ങളിലെ മുൻനിരയിൽ നിൽക്കുന്നവയാണെങ്കിലും സമീപകാലത്ത് അവരുടെ വരുമാന വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന വെല്ലുവിളികൾ നേരിടുകയാണ്. ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന മറ്റനേകം കമ്പനികൾ ഉണ്ടെങ്കിലും ഇവയെ ഒരു ഉദാഹരണത്തിന് മാത്രമായാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം ഈ ഓഹരികളിൽ നിക്ഷേപിക്കേണ്ട എന്നല്ല, മറിച്ച് നിക്ഷേപ തീരുമാനം എടുക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും കമ്പനികളുടെ സാമ്പത്തിക പ്രകടനത്തിനനുസരിച്ച് ഓഹരികളുടെ മൂല്യവും കണക്കാക്കി മാത്രം നിക്ഷേപ തീരുമാനം എടുക്കാൻ സഹായകരമാകുന്ന കാര്യങ്ങളാണ്. കൂടാതെ നിലവിൽ നിക്ഷേപിച്ചിട്ടുള്ളവയും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാ കമ്പനികളുടെയും വരാനിരിക്കുന്ന റിസൾട്ടുകൾ വിലയിരുത്തുകയും കമ്പനികളുടെ ബിസിനസ്സിൽ വരുന്ന മാറ്റങ്ങളും സെക്ടറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും പരിശോധിക്കുകയും ചെയ്താൽ നിക്ഷേപ തീരുമാനം എടുക്കുന്നതിന് സഹായകരമാവും എന്നാണ് അഭിപ്രായം. അടുത്ത വീഡിയോയിൽ ഫെബ്രുവരി 1 വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റിൽ ശ്രദ്ധിക്കേണ്ട സെക്ടറുകളും അതിലെ മികച്ച ഓഹരികളുമാവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ തരുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.